ജെയിംസ് ഈറ്റക്കുന്നൽ കാഞ്ചാർ പഞ്ചായത്തിൻ്റെ ഒരു ടോയ്ലറ്റ് സംവിധാനവും കടയെല്ലാം കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. നമ്മുടെ ഈ ഏറ്റവും മെയിനായിട്ട് ഇതല്ല, തൂക്കുപാലത്തിന് ഭയങ്കര ഭീഷണിയല്ല, തൂക്കുപാലം ഒരു ഒറ്റപ്പണി പോലും ചെയ്യാതെ ഇത്രയും കാലമായിട്ട് കിടക്കുന്നുണ്ടും മെയിനായിട്ട് ഭയങ്കര ഒരു ഭീഷണി ജനങ്ങൾക്ക് ആയിട്ട് വന്നിരിക്കും. ഇതിൻ്റെ പട്ടയെല്ലാം വിട്ട് നെട്ടുപോട്ടെല്ലാം ഇളകി ഒന്നെങ്കിൽ പഞ്ചായത്തോ അല്ല ജില്ലാ പഞ്ചായത്തോ ജില്ലാ കളക്ടറുടെ ഫണ്ടിൽ നിന്ന് അത്യാവശ്യമായിട്ട് ഇതിനൊരു ഫണ്ട് അനുവദിച്ച് ഇതിൻ്റെ മെയിൻ്റനൻസ് പണി ചെയ്തില്ലെങ്കിൽ ഇത് ആ പട ഒരു ദുരന്തത്തിനുള്ള കാരണം ഉണ്ടാവും എന്നുള്ളത് എൻ്റെ പ്രതീക്ഷ. അതുപോലെ ഇതിൻ്റെ ചുറ്റിൽ രണ്ടൊന്ന് മരം നിൽക്കുന്നത്, അതും ഏതെങ്കിലും മറിഞ്ഞ് വീണാൽ അതും ഭീഷണിയാണ്. അപ്പം ഇനിയിപ്പോൾ ഉത്സവവും കാര്യങ്ങളുമൊക്കെ വരിക, ആൾക്കാർ കൂടുതൽ വന്ന് കയറിക്കഴിഞ്ഞാൽ അതും വിഷയങ്ങളാവും, പ്രശ്നങ്ങളുണ്ടായി. എത്രയും പെട്ടെന്ന് ഇതിന് അറ്റകുറ്റപ്പണി ചെയ്ത് നന്നാക്കിയിട്ടാണല്ലോ അധികം അതിൻ്റെ ശ്രദ്ധ ഉണ്ടാകണമെന്നാണ് ഉദ്ദേശിക്കുന്നു. ഞങ്ങൾ ചേർത്തല വരികയാണ്. ഞങ്ങൾ ഒരു 4-5 പേരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ തൂക്കുപാലം അയ്യപ്പൻ കോവിൽ ക്ഷേത്രത്തിൽ സന്ദർശിക്കാൻ വന്നതാണ്. ഞങ്ങൾ തൂക്കുപാലത്തിൽ കടന്നു വരുമ്പോൾ തൂക്കുപാലത്തിന് വളരെയേറെ ആട്ടമുള്ള പോലെ തോന്നി. ഞങ്ങൾക്ക് വളരെയേറെ ഭയം തോന്നി. കാരണം ഞങ്ങൾ ദൂരെ നിന്ന് വരുന്ന ആൾക്കാരാണ്. പക്ഷേ അതിനപ്പുറത്തൊരു മുന്നറിയിപ്പ് ബോർഡ് പോലും ഇല്ല. ഇങ്ങേക്കാരിൽ എത്തിയപ്പോഴാണ് ഞങ്ങൾ മുന്നറിയിപ്പ് ബോർഡ് കണ്ടത്. അത് വളരെ മോശമായ ഒരു അവസ്ഥയിലാണെന്നാണ് തോന്നുന്നത്. ഞങ്ങളിന്ന് ഈ പാലത്തിൽ കൂടെ വെള്ളം കയറി സ്കൂളിലോട്ടൊക്കെ പോകുന്നത്. അന്നേരം പാലത്തിൽ കൂടെ പോകാൻ ഭയങ്കര പേടിയാ, ഇത് പൊളിഞ്ഞിരിക്കുന്നതുകൊണ്ട്. ഈ പാലത്തിൽ കൂടി എന്ന് സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ഒരാളാണ്. ഈ പാലം പണിതിൽ പിന്നെ യാതൊരുവിധ അറ്റകുറ്റപ്പണികളും ചെയ്തു തന്നിട്ടില്ല. ധാരാളം ടൂറിസ്റ്റുകളെല്ലാം ഇതിൽ നിത്യേന വരുന്നതാണ്. അതിന് വളരെയധികം ഇളക്കമാണ് ഈ പാലത്തിന്. അതിനാൽ ഞങ്ങൾക്ക് ഇതുവഴി യാത്ര ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതിനാൽ ഇതിന് മേൽനടപടികൾ എന്തെങ്കിലും സ്വീകരിച്ച് പുതിയ പാലം ഞങ്ങൾക്ക് തരണമെന്ന് അപേക്ഷിക്കുന്നു.